മതം മാറിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ട കൊടിഞ്ഞി ഫൈസലിന്റെ കുടുംബത്തിന് താങ്ങായി നാട്ടുകാർ. ഫൈസലിന്റെ മാതാപിതാക്കൾക്കായി നിർമ്മിച്ചു നൽകിയ വീട് കുടുംബത്തിന് കൈമാറി. മഹല്ല് ഭാരവാഹികളുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ വീട് കുടുംബത്തിനായി തുറന്നു നൽകി. തിരൂരങ്ങാടി സ്വദേശികളും മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ഹൽക്ക പ്രവർത്തകരും ചേർന്നാണ് ഫൈസലിന്റെ മാതാപിതാക്കൾക്കായി വീട് നിർമ്മിച്ചു നൽകിയത്. കൊടിഞ്ഞി ഫാറൂഖ് നഗർ മസ്ജിദുൽ ഹിലാൽ ഗോൾഡൻ ജൂബിലി സമാപന ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം മഹല്ല് നിവാസികളുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബുർ റഹ്മാൻ വീട് കുടുംബത്തിന് കൈമാറി. രാജ്യം ഒരു പൗരന് ഉറപ്പ് നൽകുന്ന അവരവരുടെ വിശ്വാസം സ്വീകരിക്കാനും അതുപോലെ തന്നെ അതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെട്ട ഫൈസലിനോട് ഈ പ്രദേശവാസികൾക്ക് ചെയ്യാവുന്ന നീതി അവർ ചെയ്തു എന്നുള്ളതാണ്. അതേസമയം 5-8 വർഷത്തോളം പിന്നിട്ടതിന് ശേഷവും ഫൈസലുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നെങ്കിൽ പോലും അതിൽ നീതി ലഭ്യമാക്കുന്നതിനോ അതുപോലെ തന്നെ അതിൽ യഥാർത്ഥ പ്രതികൾ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനോ ഇനിയും സംവിധാനങ്ങൾ വേണ്ടും വിധം പ്രവർത്തിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഈ പ്രദേശവാസികൾ ഫൈസലിൻ്റെ കുടുംബത്തോട് കാണിച്ച നീതിപൂർവമായ ജീവകാരുണ്യപരമായ സമീപനം മലയാളി സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നത് വരെയുള്ള സ്വാഭാവികമായുള്ള അതുമായി ബന്ധപ്പെട്ട ജാഗ്രത അനിവാര്യമാണ്. നാട്ടുകാർ നൽകുന്ന സഹായവും പിന്തുണയും ഒരിക്കലും മറക്കാനാകില്ലെന്ന് ഫൈസലിന്റെ പിതാവ് മുസ്തഫയും മാതാവ് ജമീലയും പറഞ്ഞു. വീട് പണി പൂർത്തിയായിരിക്കുന്ന നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇത് പൂർത്തിയായത്. ഞങ്ങളെ സഹായിക്കാത്ത ഒരു നാട്ടുകാരും ഇവിടെ ഇല്ല. ഞങ്ങളൊക്കെ സഹകരണങ്ങൾ പല കഴിഞ്ഞു. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 50 വർഷമായി. യാതൊരു വൃത്തികേടും യാതൊരു സ്വഭാവ വ്യത്യാസവും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മരിക്കുന്ന കാലം വരെ അങ്ങനെ കഴിഞ്ഞു പോകണമെന്നാണ് ആശ. എന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അൽഹംദുലില്ലാ പ്രായത്തായി പോകണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ. പിന്നെ പൈസൻ്റെ കാര്യത്തിലുള്ള വലിയ വിഷമം, വേറെ ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. നാട്ടുകാരെ സഹായങ്ങളൊക്കെ ഉണ്ട്, ആ സഹായം കൊണ്ടല്ലേ ഞങ്ങൾ രണ്ടാളും ജീവിക്കുന്നത്. 2016 നവംബർ 19 പുലർച്ചെ 5 മണിക്ക് കൊടിഞ്ഞി ഫാറൂഖ് നഗർ അങ്ങാടിയിൽ വെച്ചാണ് ഫൈസൽ കൊല്ലപ്പെടുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട RSS പ്രവർത്തകർ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. കേസിൽ ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല. മീഡിയ 1 തിരൂർ.